അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് ആണ്. എവറി നാച്ചുറൽ നമ്പർ ഈസ് എൻ ഇൻറ്റീജർ. ഓഫ് കോഴ്സ് എല്ലാ ഇൻറ്റീജർ തന്നെയാണ്, ട്രൂ ആണ്. പിന്നെ എവറി ഇൻറ്റീജർ ഇസ് എ റാഷണൽ നമ്പർ. എല്ലാ പറഞ്ഞ ഇൻറ്റീജറും റാഷണൽ നമ്പറാണ്. നമുക്ക് P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ്സ് എ റാഷണൽ നമ്പർ. യെസ്, ഇറ്റ്സ് എ ട്രൂ. 0 ഇസ് റാഷണൽ നമ്പർ ഡെഫിനറ്റ്ലി, ബിക്കോസ് നമുക്ക് 0/Q. അപ്പോൾ ഇത് ഇൻറ്റീജറാണ്, അടിയിലുള്ള നോട്ട് 0 ആണ്. സോ അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ സോ ഇറ്റ്സ് എ റാഷണൽ നമ്പർ, ട്രൂ. എവറി റാഷണൽ നമ്പർ ഈസ് ടെർമിനേറ്റഡ് ഓൺ ഡെസിമൽ. അത് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, ശരിയാണ്. പറയാൻ പറ്റുമോ? ഇല്ല. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ടെർമിനേറ്റിംഗ് ഡെസിമൽ ഉണ്ട്, ഒന്ന് റിക്കറിങ് ഡെസിമൽ ഉണ്ട്. ചില റാഷണൽസ് റിക്കറിങ് ആയിക്കൂടെ? അതുകൊണ്ട് എല്ലാ റാഷണലും ടെർമിനേറ്റിംഗ് അല്ല. സോ ഇറ്റ്സ് ഫോൾസ്. √2 + √3 ഇസ് ഇറാഷണൽ നമ്പർ. ഓക്കെ, അത് റാഷണൽ ആണ്, ബട്ട് നോട്ട് റിയൽ നമ്പർ. അയ്യോ, ഇറാഷണൽ നമ്പർ റിയൽ നമ്പർ അല്ല എന്ന് ആരാ പറഞ്ഞത്? റിയൽ നമ്പർ ഇറാഷണലും റാഷണലും കൂട്ടിയിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് ഫോൾസ്. എവറി റിയൽ നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ. അതെ, കോംപ്ലക്സ് നമ്പർ ഏറ്റവും വലിയ സെറ്റ്. സോ ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. 5 ഈസ് നാച്ചുറൽ നമ്പർ. സത്യമാണ്, ബട്ട് നോട്ട് എൻ ഇൻറ്റീജർ. 5 ഇൻറ്റീജർ ആരാ പറഞ്ഞത്? ഇറ്റ്സ് എ ഫോൾസ്. അടുത്തതോ, ഇത് ടെർമിനേറ്റിംഗ് ഡെസിമലാ പോലും. ഇത് അങ്ങോട്ടും പ്രത്യേകിച്ച് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിംപ്ലിഫൈൻ ഒന്നുമില്ല. അപ്പോൾ 240 എന്ത് ചെയ്യുക നോക്കാം? പ്രൈം ഫാക്ടറൈസേഷൻ 120, 2 60, 2 30, 2 15, 3 2 ചില്ലറ 3 എന്ന രീതിയിൽ വരുന്നുണ്ട്. 2 ചില്ലറ 5 ചില്ലറ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടെർമിനേറ്റിംഗ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മറ്റേ ടൈപ്പാണ്. ഇതിനെ പറയാം റിക്കറിങ് ഡെസിമലാണ്. സോ ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ശരി. അടുത്തത്, ഇത് ടെർമിനേറ്റ് ഡെസിമല. ഇപ്പം പറഞ്ഞല്ലേ ഉള്ളൂ, അത് ചെയ്ത് നോക്കുക, ചെയ്താൽ കിട്ടും. എക്സ് ക്യൂബ് ആർ ബോത്ത് നോൺ സീറോ. അപ്പോൾ ഇവർ രണ്ടാളും നോൺ സീറോ റാഷണൽസാ പോലും. അപ്പോൾ എക്സും റാഷണൽ ആവണോ എന്നാണ് ചോദ്യം. ഓക്കെ, നല്ലൊരു വസ്തുവാണ് ഇതല്ലേ. അപ്പം x⁷7 റാഷണലാണ്, x⁷3 റാഷണലാണ്. രണ്ട് റാഷണൽസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താ കിട്ടുക? റാഷണലാണ് കിട്ടുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റാഷണൽ ഡിവൈഡ് ചെയ്താൽ റാഷണൽ കിട്ടുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും x⁴ അതും റാഷണലാണ്. ഓക്കെ, അപ്പോൾ x⁴ റാഷണലാണെന്ന് മനസ്സിലായി, x⁵3 റാഷണലാണെന്ന് മനസ്സിലായി. ഇനി x⁴ രണ്ട് റാഷണൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എക്സ് കിട്ടും. അപ്പോൾ എക്സും റാഷണലാണ്. രണ്ട് റാഷണൽ ഡിവൈഡ് ചെയ്താൽ റാഷണൽ കിട്ടും, അതാണ് എക്സ്. സോ എക്സ് ഇസ് റാഷണൽ എന്ന് നമുക്ക് തെളിയിച്ചൂടെ? സോ എക്സ് ഷുഡ് ബി ഓൾസോ റാഷണൽ. ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഗുഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ടൈപ്പ് രണ്ട് റാഷണൽസ് ആണ്, രണ്ട് സീറോ റാഷണൽസ്. അപ്പോൾ നമ്മൾ എക്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. നമ്മൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് ഇത് റാഷണൽ ആണെങ്കിൽ അത് റാഷണലാണ്, അപ്പോൾ ഇത് റാഷണലാണ്. ലാസ്റ്റ് എക്സ് റാഷണൽ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുക. അതാണ് ഈ പരിപാടി. ഞാൻ ടെക്നിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് NIQ. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റീജർ, റാഷണൽസ്. ഓക്കെ, ഏറ്റവും ചെറുത് n, പിന്നെയാണ് ഇൻറ്റീജേഴ്സ് വരുന്നത്, പിന്നെയാണ് നമ്മുടെ റാഷണൽസ് വരുന്നുണ്ട്. അതുകൊണ്ട് പുറത്ത് ആ രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് റിക്യാപ്പ്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ഇത് ചെയ്തതല്ലേ. ഓക്കെ, നമുക്കറിയാം റാഷണൽ നമ്പറും ഇറാഷണൽ തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. രണ്ടും പുറത്തുള്ള സെറ്റ് അല്ല, രണ്ടും ഡിഫറൻറ്റ് സെറ്റ്. ഇങ്ങനെയുള്ള സെറ്റ്, ഇങ്ങനെയുള്ള സെറ്റ്, അതിന് തമ്മിൽ ഇൻ്റർസെക്ഷൻ ഇല്ല. സോ ഇറ്റ്സ് 5. റാഷണൽ നമ്പർ യൂണിയൻ ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ ചെറിയ നമ്പേഴ്സ് ആണ് അല്ലേ. റാഷണൽ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ? റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ റിയൽ നമ്പർ സെറ്റ് ആവും. സോ ഇറ്റ്സ് റിയൽ നമ്പർ സെറ്റ്. ഇനി ഓക്കെ, ഇത് രണ്ട് നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും. നാച്ചുറൽ നമ്പറിൻ്റെ പുറത്താണ്, മുകളിലാണ് ഹോൾ നമ്പർ. അപ്പോൾ രണ്ടും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ തന്നെ വരും. ശരി, നാച്ചുറൽ നമ്പർ യൂണിയൻ Q എന്ന് പറഞ്ഞാൽ എന്താ? Q തന്നെ, റാഷണൽസ് തന്നെ വരും. ഓക്കെ, നിങ്ങൾ സെറ്റ് ഡയഗ്രാം ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഡയഗ്രാം ഉണ്ടല്ലേ, വെൻ ഡയഗ്രാം, അത് വെച്ച് ഇങ്ങനെ സിമ്പിൾ ചെയ്യാൻ പറ്റും. ഇത് രണ്ട് ഇൻ്റർസെക്ട് ചെയ്താൽ എന്താ കിട്ടുക? ഡെഫിനറ്റ്ലി I ആണ് കിട്ടുക, ബിക്കോസ് I ചെറുത്. ഇത് യൂണിയൻ ചെയ്താൽ Q കിട്ടും. ഓക്കെ, ഇതിനെ നമ്മൾ എന്താക്കുക? റാഷണൽ ഫോമിലേക്ക് മാറ്റാണ്. അപ്പം 0.5 to 3 പോലും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. 3 3 3 3 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഇവിടം വരെ, ഇതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടം വരെ എന്ത് ചെയ്യും? ഇത് എക്സ് ആണെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ 1000x ഇവിടുന്ന് കണ്ടെത്തും. അപ്പോൾ അങ്ങനെ കിട്ടും. 1000 ആണെങ്കിൽ 1 2 3. അപ്പോൾ 5 ഇത് പോട്ടെ, 5 to 3.333 എന്ന രീതിയിൽ കിട്ടും. ഓക്കെ, നമ്മളെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഡെസിമൽ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് ഡെസിമൽ ഒഴിവാക്കി കിട്ടും. ഇല്ല, ഇവിടെ 5 2 എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടാൽ വേണ്ടി ഞാൻ 10x കൂടി കണ്ടെത്തും. 10x കൂടി 10x എത്തിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5.2.3333 എന്ന് കിട്ടും. ഇനി ഇത് മൈനസ് ചെയ്യും, ഇതും ഇത് മൈനസ് ചെയ്യും. അപ്പോൾ 1000x എന്ന് വെച്ചാൽ 990x is equal to 523 minus 52. ഇത് രണ്ട് മൈനസ് ആയി. ഈ പറഞ്ഞ 333 ക്യാൻസൽ ആയി പോകും. അപ്പം 523 minus 52. അപ്പോൾ നമുക്ക് കിട്ടുക 471 ഡിവൈഡ് ബൈ 900 ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇവിടെ 2 ഉള്ള കാര്യം മനസ്സിലാക്കണം. അടുത്ത ഇത് സൊല്യൂഷൻ, നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ കാര്യം വെച്ചാൽ എക്സിന് എന്താകാൻ പാടില്ല. ഇത് ഇവിടെ എനിക്ക് ഈ സാധനത്തിന് x മൈനസ് 2/x+1. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലത്തെ ക്വസ്റ്റൻ ചെയ്തതിന് അല്ല, ഇപ്പോൾ ഞാൻ വെറുതെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം അല്ലേ. ഇതിനെ നമ്മളിന്ന് വലുതാക്കുക, x - 1 × x+1 ആക്കുക. then ഇത് കട്ട് ആവും. പിന്നെ മാത്രമല്ല x 1 ആവാൻ പാടില്ല, x - 1 ആവാൻ പാടില്ല. അതുകൊണ്ട് ഒരു സൊല്യൂഷൻ ആവില്ല. ലാസ്റ്റ് കട്ട് ചെയ്യാൻ x = 1 കിട്ടുക, 1 ആനും പാടില്ല. സോ നോ സൊല്യൂഷൻ, 0 സൊല്യൂഷൻ. ദാറ്റ്സ് ഇറ്റ്. കാംകി ബാത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ, ഡിനോമിനേറ്ററിൽ അടിയിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അഥവാ ഡിനോമിനേറ്ററിൽ 0 ആവുന്ന സാധ്യത ഉണ്ടെങ്കിൽ ആ നമ്പർ ഒരിക്കലും ആവാൻ പാടില്ല, x നമ്മൾ കൊടുക്കണം. എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഒരു കണ്ടീഷനായിട്ട് വരും.
അപ്പോൾ നമ്മളിത് ഈ ഒരു ടേം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മളെന്താ a√2 പ്ലസ് ബി ഡിവൈഡ് ബൈ b√2 പ്ലസ് സി എന്ന് വിളിക്കുകയാണ്. ഇതിനെ ഞാൻ n എന്ന് വിളിക്കുകയാണ്. അവർ പറയുന്നുണ്ട് ഈ പറഞ്ഞ ടേം കംപ്ലീറ്റ് ആയിട്ട് എന്താണ് റാഷണൽ ആണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല എയും ബിയും സിയും എ ബി സി ഇവരൊക്കെ എന്താ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ദേ ആർ റാഷണൽസ്. ഓക്കെ, അപ്പോൾ n റാഷണൽ ആവണമെങ്കിൽ ഈ പറഞ്ഞ n എന്ന് പറഞ്ഞ ടേം റാഷണൽ ആവണമെങ്കിൽ എയും ബിയും സിയുടെയും പോസിബിൾ വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ടേം കിട്ടി നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ റാഷണലൈസ് ചെയ്യും. മുകളിലും താലും ഈ പറഞ്ഞ ടേമിൻ്റെ നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ നെഗേഷൻ വാല്യൂ എന്ന് വെച്ചാൽ a√2 പ്ലസ് ബി ഇൻറ്റു b√2 മൈനസ് സി ഹോൾ ഡിവൈഡ് ബൈ 2b സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഓക്കെ, ബിക്കോസ് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി മോളും താലും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. b√2 മൈനസ് സി ഉണ്ട് അതാ ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്യുന്ന പോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2ab മൈനസ് a√2c പ്ലസ് 2b സ്ക്വയർ മൈനസ് ബി സി. ഓക്കെ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ശരി, സന്തോഷം. 2ab പ്ലസ് 2ab മൈനസ് ബി സി ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഓക്കെ, പ്ലസ് ഈ പറഞ്ഞ ടേം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് ടേം റാഷണൽ ആവണമെങ്കിൽ എന്തൊക്കെ വേണം? ഡെഫിനറ്റ്ലി 2b സ്ക്വയർ നോട്ട് ഈക്വൽ ടു സി സ്ക്വയർ ആണ്. അത് 0 ആവാൻ എടുക്കണം. അതൊന്നും ആവാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ടേം ഉണ്ട് എന്ന് അവർ പറഞ്ഞല്ലോ. ശരി, പിന്നെയോ മുകളിലെ ടേം റാഷണൽ ആവണം, താഴെ ടേം റാഷണൽ ആവണം. താഴെ ടേം ഡെഫിനറ്റ്ലി റാഷണൽ ബിക്കോസ് ബി റാഷണൽ ആണ്, സി റാഷണൽ ആണ്. ബി മൈനസ് സി റാഷണൽ മൈനസ് റാഷണൽ ഇറ്റ്സ് ഓൾവേസ് റാഷണൽ, റൈറ്റ്? മുകളിലത്തെ ടേം ഇയാളും റാഷണൽ ബിക്കോസ് ഇതിലെല്ലാം പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും റാഷണൽസ് ആണ്. ഇനി ഇവിടെ ഓക്കെ ഇയാൾ റാഷണൽ ആണോ? ഡെഫിനറ്റ്ലി ഇയാൾ റാഷണൽ അല്ല, ഇയാൾ ഇറാഷണൽ ആണ്. ഇനി ഇയാളോ? ഇയാൾ റാഷണൽ ആണ്. നമുക്കറിയാം ഇറാഷണൽ ഇൻറ്റു റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ റാഷണൽ ടേം 0 അല്ലെങ്കിൽ എന്താ കിട്ടുക? നമുക്ക് ഇറാഷണൽ ആയിട്ടാണ്. ഇറാഷണൽ ഇൻറ്റു റാഷണൽ ഈ പറഞ്ഞ ടേം 0 അല്ലെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇറാഷണലാണ് കിട്ടുക. പക്ഷേ അങ്ങനെ ഇത് ഇറാഷണൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോട്ടലായിട്ട് ഇറാഷണൽ. അങ്ങനെ ഡിനോമിനേറ്റർ മോളിൽ ഇറാഷണൽ. അപ്പോൾ കംപ്ലീറ്റ് ടേം ഇറാഷണൽ ആകും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ളത് റാഷണലാണ് ഈ കംപ്ലീറ്റ് ടേം. അങ്ങനെ ആകുമ്പോൾ ഈ ടേമിൽ ഈ പറഞ്ഞ √2 ആണ് വൃത്തികെട്ടവൻ അല്ലേ? അവനാണ് ഇറാഷണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഇവിടെ ഈ ഒരു ടേം √2 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആവും. അപ്പോൾ അത് റാഷണൽ ആയി എന്ന് പറയും. പക്ഷേ ഈ ഒരു ടേം ഒരിക്കലും √2 ആവാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ ഇതൊരു റാഷണൽ ടേമാണ്. റാഷണൽ ടേം ഒരിക്കലും ഇറാഷണൽ ടേം ആയിട്ട് മാറൂല. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടേം 0 ആണെങ്കിൽ സന്തോഷമായി. √2 കൊണ്ട് 1 0 ആയി. അപ്പം കംപ്ലീറ്റ് ഈ ഇറാഷണൽ ടേം ഒഴിവായി കിട്ടി. പിന്നെ ഇത് മാത്രം റാഷണൽ ടോട്ടൽ റാഷണൽ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതെങ്ങനെയെങ്കിലും 0 ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ പറയും ബി സ്ക്വയർ മൈനസ് എ സി ഇസിക്വൽ ടു 0 ആണെങ്കിൽ ഈ കംപ്ലീറ്റ് ടേം റാഷണലായിട്ട് വരത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ബി സ്ക്വയർ ഇസിക്വൽ ടു എ സി. അങ്ങനെ വരുന്ന ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സി ആയിട്ട് വരുന്ന എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ബി ഡി ആണ് ഉത്തരം. എ ബി ഡി വില്ലേഴ്സ്. അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ മോർ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ് ചോസൺ ഫ്രം ദി സെറ്റ്. ഈ സെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള 4 വാല്യൂസ് ആണ് എ ബി സി ഡി. ഓക്കെ, അപ്പം എ ബൈ ബി പ്ലസ് സി ബൈ ഡിയുടെ മിനിമം വാല്യൂ ആണ് നടത്താൻ പറയുന്നത്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിൽ നമ്മുടെ ന്യൂമറേറ്റർ ഏറ്റവും ചെറുതായിരിക്കണം, ഡിനോമിനേറ്റർ ഏറ്റവും വലുതായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ഫ്രാക്ഷൻ ഏറ്റവും ചെറുതാവുക. അങ്ങനെ ആകുമ്പോൾ ന്യൂമറേറ്ററിൽ ഏറ്റവും ചെറിയ വാല്യൂ ഇപ്പോൾ ഈ ഒരു സെറ്റിൽ നിന്ന് എടുക്കാനുള്ളത് 1, പിന്നെ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണ് 9. ഓക്കെ, ഇനി അടുത്തത് സെറ്റിൽ എടുക്കാൻ പറ്റുന്ന ഇതാ 2 മാത്രമല്ലേ ഉള്ളൂ. കാരണം 1 എടുത്തതിന് ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 അപ്പോൾ 2. ഇനി അടുത്ത ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ 8. 9 എടുക്കാൻ പറ്റില്ല, 9 ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കിട്ടാം. അപ്പോൾ 8 പ്ലസ് 4 എത്ര കിട്ടാം? 18. അപ്പോൾ നമുക്ക് 26/72 കിട്ടും. അപ്പോൾ 26/72 എന്ന് വെച്ചാൽ 13/36 എന്നുള്ള ഉത്തരം. അപ്പോൾ ആണെങ്കിൽ സീന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? തെറ്റി. ഇവിടെ ചെറിയൊരു ഒബ്സർവേഷൻ സ്കിൽസാണ്. അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് ഈ പറഞ്ഞ അടിയിൽ എന്തായാലും 72 കിട്ടും അല്ലേ? മൾട്ടിപ്ലൈ 2 9 × 7 72 കിട്ടും. അപ്പോൾ 8 ഇങ്ങോട്ട് പോയി 9 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. 1/8 ഓക്കെ 2/9 ആണെങ്കിൽ നോക്കിയൊന്ന് ചെയ്ത് നോക്കും. 9 + 16 9 + 16 എത്രയാണ്? 25 ആണ്. 25/72 വരുന്നുണ്ട്. ഓഹോ, നേരത്തെ 26/72 ആണ്. 25/72 ആരാണ് ചെറുത്? ന്യൂമറേറ്റർ എത്രത്തോളം ചെറുതാവുന്നുണ്ടോ അയാൾ അത്രയും ചെറുതാവും. സോ 25/72 ആണ് ഏറ്റവും ചെറുത്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ നമ്മുടെ അടുത്തൊരു നമ്പർ ഉണ്ട്, എക്സ് ഉണ്ട്.
മൂപ്പർ എക്സ് ആന്ന് പറഞ്ഞ എക്സ് റാഷണൽ ആവണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് വേണം. അപ്പോൾ റൂട്ട് എക്സ് എന്ന സാധനം അത് റാഷണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൂട്ട് എക്സ് റേസ് ടു 1/2 റാഷണൽ ആണ് എന്ന് വെച്ചാൽ എക്സ് റാഷണൽ ആവുമോ? ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, എക്സ് റേസ് ടു 1/2 എങ്ങനെയെങ്കിലും എക്സ് റാഷണൽ ആയിട്ടുള്ള ത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിത് എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എക്സ് റേസ് ടു 1/2 മൾട്ടിപ്ലൈ ചെയ്യാം. റാഷണൽ ഇൻറ്റു റാഷണൽ ഇറ്റ്സ് ഓൾവേസ് റാഷണൽ, റൈറ്റ്? അപ്പോൾ കിട്ടുന്ന വാല്യൂ ഡെഫിനറ്റ്ലി റാഷണൽ ആണ്. സോ ഇറ്റ്സ് റാഷണൽ എന്ന് പറയാൻ പറ്റും. കിട്ടുന്ന വാല്യൂ എത്രയാണ്? അത് എക്സ്. സോ എക്സ് ഇസ് ആക്ച്വലി റാഷണൽ. സോ ഫസ്റ്റ് കണ്ടീഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. എക്സ് സ്ക്വയറും എക്സ് റേസ് ടു 5 റാഷണൽ ആണ്. അപ്പോൾ നമ്മൾ എക്സിലേക്ക് ഇനി എത്തിക്കണം. എക്സ് റേസ് ടു 5 റാഷണൽ, എക്സ് സ്ക്വയർ റാഷണൽ, ഡിവൈഡ് ചെയ്താൽ ഒരു റാഷണൽ കിട്ടുക. ദാറ്റ് മീൻസ് എക്സ് ക്യൂബ് റാഷണൽ എന്ന് കിട്ടും. ഇറ്റ്സ് റാഷണൽ. ഓക്കെ, എക്സ് ക്യൂബ് റാഷണൽ. സോ എക്സ് ക്യൂബ് റാഷണൽ, എക്സ് സ്ക്വയർ റാഷണൽ, റാഷണൽ ഡിവൈഡ് ബൈ റാഷണൽ ഈസ് റാഷണൽ. സോ വീണ്ടും എക്സ് റാഷണൽ ആണ് ഇംപ്ലൈ ആവുന്നുണ്ട്. സോ സെക്കൻഡ് ടേം ഈസ് ഓൾസോ കറക്റ്റാണ്. അടുത്ത ടേം നോക്കാം. എക്സ് റേസ് ടു 4 ബൈ എക്സ് സ്ക്വയർ. ഇത് രണ്ടും റാഷണൽ, പക്ഷേ എക്സ് സ്ക്വയറും റാഷണൽ ആയിട്ട് കിട്ടും. പക്ഷേ എക്സ് സ്ക്വയർ റാഷണലായിട്ട് കിട്ടിയ എനിക്ക് കാര്യമുണ്ട്. ഇത് നമുക്ക് ഇനി എക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ എക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു കാര്യം മാത്തമാറ്റിക്സിൽ ഒരു സംഭവം കറക്റ്റാണ്, ഒരു സംഭവം എപ്പോഴും കറക്റ്റാണെന്ന് പറയണമെങ്കിൽ നമ്മളൊരു ലോജിക്കൽ പ്രൂഫ് കൊടുക്കണം, മാത്തമാറ്റിക്കൽ പ്രൂഫ് കൊടുക്കണം. പക്ഷേ ഒരു സാധനം തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ഒറ്റൊരു തെറ്റ്, ഒരു കേസിലുള്ള തെറ്റ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. ഒരു സാധനം തെറ്റാന്ന് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ സാധനം തെറ്റാന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എക്സ് റേസ്റ്റ് സ്ക്വയറും എക്സ് റേസ്റ്റ് 4ഉം റാഷണൽ ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടണം. പക്ഷേ അവിടെയുള്ള എക്സ് എന്തായിരിക്കണം? ഇറാഷണൽ ആവണം. അപ്പോൾ ചെന്ന് നോക്ക്, റൂട്ട് 2 എടുത്ത് നോക്ക്. റൂട്ട് 2യുടെ സ്ക്വയർ അത് എത്ര കിട്ടുക? 2 റാഷണലാണ്. ശരി, റൂട്ട് 2യുടെ റേസ്റ്റ് 4 അത്ര? റൂട്ട് 2 സ്ക്വയർ 2 2 2 4. ഓക്കെ, 4 അതും റാഷണലാണ്. 4ഉം 2 റാഷണലാണ്. പക്ഷേ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ എന്ന് വെച്ചാൽ അതാണ് ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തുള്ളത്. അയാളുടെ റാഷണാണോ? അല്ല. ദാറ്റ് മീൻസ് അങ്ങനെ പറയാൻ കഴിയില്ല. എക്സ് റാഷണൽ ആണെന്നുള്ള കേസിലാണ്. സോ 3 തെറ്റാണ് ആക്ച്വലി. കാരണം അത് എക്സ് റാഷണൽ ആവണം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 റാഷണൽ ആവത്തില്ല. സോ അങ്ങനെ നമ്മളൊരു കേസ് കാണിച്ചു കൊടുത്ത് ഓപ്ഷൻ 3 ഈസ് തെറ്റ്. സോ 1 and 2 ഈസ് കറക്റ്റ്. കുറച്ച് ബേസിക് നമ്പേഴ്സിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ആദ്യം നമുക്ക് ഇൻറ്റീജേഴ്സിൻ്റെ കേസാണ്. ഇൻറ്റീജേഴ്സിൽ മാത്രം വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റീജേഴ്സ് എത്ര തന്നെ 1 2 3 4 5 അത് തന്നെ, 0 വരില്ല കേട്ടോ. പിന്നെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് -1 -2 -3 അങ്ങനെ പോകും. ഇനി നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. നെഗറ്റീവ് അല്ലാത്ത ഇൻറ്റീജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 0 കൂട്ടാം. ബിക്കോസ് 0 ഈസ് നൈദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ 0 1 2 3 അങ്ങനെ പോകും. നോൺ പോസിറ്റീവ് അല്ലാത്ത ഇൻറ്റീജേഴ്സ്. അപ്പം 0 -1 -2 അങ്ങനെ പോകും. ശരി, അടിപൊളി. ഇനി ഈവൺ ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഈവൺ ഇൻറ്റീജേഴ്സിൽ ആരൊക്കെ വരും? -1 2 3 4 സോറി, ഈവൺ അല്ല പറയുന്നത്. ഈവൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇൻറ്റീജേഴ്സ്. ഈവൺ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ആ പറഞ്ഞ ഇൻറ്റീജേഴ്സിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻറ്റീജറാണ് കിട്ടുക. ഓക്കെ, ഞാൻ ഇപ്പോൾ 3 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1.5 കിട്ടും. അത് ഇൻറ്റീജറാണ്. അപ്പോൾ നോട്ട് ഡിവൈസിബിൾ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഞാൻ 4 ഡിവൈഡ് ബൈ 2 ചെയ്താൽ എനിക്ക് 2 കിട്ടും. സോ ഇറ്റ്സ് ഡിവിസിബിൾ എന്ന് പറയാൻ പറ്റും. അതാണ് ഡിവിസിബിലിറ്റി എന്നാണ് ടെസ്റ്റ് ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെ അവ ഏതൊക്കെയാണ്? -2 -4 -6 അതൊക്കെ പോവും. പിന്നെ 0 പോവും. 0നെ കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റീജറാണല്ലോ കിട്ടുന്നത്. സോ ഇറ്റ്സ് ഡിവിസിബിൾ. പിന്നെ അതാ 2 4 6 8 10 അങ്ങനെ പോകും. ഓഡ് ഇൻറ്റീജേഴ്സ് ആണെങ്കിലോ 0നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഇൻറ്റീജേഴ്സ്. ഓക്കെ, സോറി 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഇൻറ്റീജേഴ്സ്. ഈ ടേമിൽ അറിയപ്പെടും 2 എന്നും പിന്നെ 2n -1 ഓഡിനും ഈവണിനെയും അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഇനി കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കുറച്ച് സെറ്റ്സ് നോക്കാം. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വരത്തില്ല. എല്ലാ ഇൻറ്റീജേഴ്സും വരത്തില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമ്പേഴ്സ് എന്നുള്ള ഒരു ടേം എക്സ്പെഷ്യലി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ് ആയിരിക്കും. നമ്മൾ ആ സെറ്റിലാണ് പറയുന്നതെന്നാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലാണ്. അപ്പോൾ ഈവൺ നമ്പേഴ്സ് ആരൊക്കെയാണ്? 2 കൊണ്ട് ഡിവൈസിബിൾ ആണ്. അപ്പോൾ ആരൊക്കെയാണ്? 0 പറ്റുമോ? പറ്റും. ഇറ്റ്സ് നാച്ചുറൽ നമ്പർ ആണോ? ഇല്ല, 0 പറ്റത്തില്ല. കാരണം 0 ഈസ് നോട്ട് പാർട്ട് ഓഫ് നാച്ചുറൽ നമ്പർ, ഇറ്റ്സ് പാർട്ട് ഓഫ് ഹോൾ നമ്പേഴ്സ്. 0 പറ്റത്തില്ല. അപ്പോൾ 2 4 6 8 പറ്റത്തുള്ളൂ. ഓഡ് നമ്പേഴ്സിലാണെങ്കിലോ 1 3 5 7 പറ്റത്തുള്ളൂ. -1 പോകാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പ്രൈം നമ്പേഴ്സിലാണെങ്കിലോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഡിവൈസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നമ്പറും 1 ആയിട്ടാണ് ഡിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിവിസിബിൾ. ഓക്കെ, വിച്ച് ആർ ഓൺലി ഡിവിസിബിൾ ബൈ ദാറ്റ് നമ്പർ ആൻഡ് ഓൾസോ 1. പിന്നെ അത് 1നേക്കാളും വലിയ എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു കണ്ടീഷൻ കൂടിയുണ്ട്. അപ്പോൾ 1നേക്കാളും വലിയ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2 5 7 11 13. ഇതിലെന്ന് വെച്ചാൽ 2 നമുക്ക് 2 കൊണ്ടും 1നെ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5 പിന്നെ അത് മാത്രമേ 1നേക്കാളും വലിയ നാച്ചുറൽ നമ്പേഴ്സും കൂടിയാണ്. 2 ആണ് ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ. പിന്നെ എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പറാണ് എക്സെപ്റ്റ് 2 മാത്രമാണ് ആകെയുള്ളൊരു ഈവൺ പ്രൈം നമ്പർ. ഓക്കെ, ഇനി 5 അല്ലെങ്കിൽ 5നേക്കാളും മുകളിൽ കുറേ പ്രൈം നമ്പേഴ്സ് ഉണ്ടാവില്ല. 5നേക്കാളും മുകളിൽ പ്രൈം നമ്പേഴ്സ് 5 7 പിന്നെന്താ 11 13 17 ഇവരൊക്കെ 19 20 23
അതൊക്കെ 5ന് മുകളിലുള്ള പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പ്രൈം നമ്പേഴ്സ് 5നേക്കാളും മുകളിലുള്ള പ്രൈം നമ്പേഴ്സിനെ നമുക്കൊരു ജനറൽ എക്സ്പ്രഷനിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതാണ് 6k ± 1 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് അങ്ങനത്തെ പ്രൈം നമ്പേഴ്സ് എഴുതാൻ പറ്റും. പക്ഷേ നോട്ട് ദി പോയിന്റ് ദാറ്റ് ദോസ് നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദി ഫോം 6k ± 1. കുറേ നമ്പേഴ്സ് ഉണ്ട് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ നമ്പേഴ്സും പ്രൈം ആവണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് എല്ലാ പ്രൈം നമ്പേഴ്സ് വിച്ച് ആർ ഗ്രേറ്റർ ഓർ ഈക്വൽ ദാൻ 5 നമുക്ക് 6k + 1 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. എന്ന് വെച്ചിട്ട് എല്ലാ നമ്പേഴ്സും ഈ രീതിയിലുള്ളത് പ്രൈം ആവണം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നോക്കി നോക്കുക, നമ്മൾ കെയുടെ വാല്യൂ, കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റീജർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 6k + ആണ് ആദ്യം 1 കൊടുക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റീജർ അതും തുറന്ന് 1 എന്നാണല്ലോ. അപ്പോൾ അത് 1 കൊടുക്കുന്നു. 6k + 1 അപ്പോൾ 7, പിന്നെ -1 അപ്പോൾ 5, 5, 7. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് ഈ 1 പ്രൈം നമ്പേഴ്സ് കിട്ടി. പിന്നെ 13 കിട്ടും, 11 കിട്ടും, എല്ലാ പ്രൈം നമ്പേഴ്സും കിട്ടുന്നുണ്ടല്ലോ. എല്ലാ പ്രൈം നമ്പർ ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 23 കിട്ടും, 25 കിട്ടുന്നുണ്ട്. 25 പ്രൈം ആണോ? അല്ല, ഒരിക്കലും അല്ല. ഓരോന്ന് വെച്ചാൽ ചില നമ്പേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ ഫോർമാറ്റിലുള്ള എന്ന് വെച്ചിട്ട് അതെല്ലാം പ്രൈം ആവണമെന്നുണ്ട് ഇല്ല. പക്ഷേ എല്ലാ പ്രൈമും ഈ ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും എന്ന് വെച്ചിട്ട് ഈ ഫോർമാറ്റിലുള്ള എല്ലാ നമ്പേഴ്സും പ്രൈം ആവണം എന്നും ഇല്ല. ഓക്കെ, അത് മനസ്സിലാക്കും. ട്വിൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ 2 പ്രൈം നമ്പേഴ്സ് അവർ തമ്മിലുള്ള സബ്ട്രാക്ട് ചെയ്ത 2 കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് 1നേക്കാളും വലിയ നമ്പേഴ്സാണ്, നാച്ചുറൽ നമ്പേഴ്സാണ്. പിന്നെ പ്രൈം അല്ലാത്ത അതിൽ പ്രൈം അല്ലാത്ത എല്ലാ നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. കോ പ്രൈം, റിലേറ്റീവ് പ്രൈം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒന്ന് നാച്ചുറൽ നമ്പേഴ്സാണ്. 2 നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് ഞാൻ വെച്ചോ. അപ്പോൾ ആ 2 നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ ഒരു കോമൺ ഫാക്ടറും ഇല്ല. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ 7, 5 എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. 1 മാത്രമാക്കി കോമൺ ഫാക്ടർ. അപ്പോൾ നമ്മൾ HCF എടുത്ത് കഴിഞ്ഞാൽ 1 കിട്ടാം. അത്തരത്തിലുള്ള നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും ക്രോ പ്രൈം അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം. 6, 35, 6ഉം 35 തമ്മിൽ 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ, 35ൻ്റെ ആണെങ്കിലോ 35 എന്ന് പറഞ്ഞാൽ 7 ഉണ്ട്, 5 ഉണ്ട്, 35 ഉണ്ട്, 1 ഉണ്ട്. എന്തെങ്കിലും കോമൺ ഉണ്ട്? ആകെ 1 മാത്രമേ കോമൺ ഉള്ളൂ. സോ അത്തരത്തിലുള്ള നമ്പേഴ്സ് നമുക്ക് റിലേറ്റീവ് പ്രൈം ഉണ്ട്. ഡാഷ് ഈസ് സ്മോളസ്റ്റ് പ്രൈം 2 ആണ്. 4 ഏറ്റവും വലിയ കോമ്പോസിറ്റ് നമ്പർ 4 ആണ്. ഓക്കെ, 1 പ്രൈമും അല്ല എന്നാൽ കോമ്പോസിറ്റും അല്ല. 5നേക്കാളും വലിയ എല്ലാ പ്രൈം നമ്പേഴ്സും നമുക്ക് 6k ± 1 എന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. കെ എന്തെന്നാ പോസിറ്റീവ് ഇൻറ്റീജർ ആവണം. ശരി, എന്ന് വെച്ചിട്ട് എല്ലാ നമ്പേഴ്സും ഈ ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും ഒരു പ്രൈം നമ്പർ ആവണം എന്നില്ല. ഓക്കെ, A, B എന്ന് പറഞ്ഞാൽ 2 ഡിസ്റ്റിങ് പ്രൈം നമ്പേഴ്സാണ്. ഓക്കെ, 1 മുതൽ 10 വരെ 1 മുതൽ 10 വരെ ഏതൊക്കെ പ്രൈം നമ്പേഴ്സാണ്? 2, 5, 3 എന്ന് പറഞ്ഞാൽ 2, 3, 5, 7 അത്രേ ഉള്ളൂ. ഓക്കെ, അതിനകത്തുള്ള ഏതെല്ലാം 2 പ്രൈം നമ്പേഴ്സ് തമ്മിലുള്ള അഡീഷൻ ചെയ്താലാണ് ഈ പറഞ്ഞ വാല്യൂസ് 5 വരുമല്ല. 5 2ഉം 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 വരിക. 6 ഒരു കാരണവശം വരില്ല. 8 വരും. 5ഉം 3 ആഡ് ചെയ്താൽ 8 വരും. 7 വരിക. 5 2 ആഡ് ചെയ്താൽ 7 വരും. സോ യെസ്, ACD. ഇത്ര വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഖത്തർനാക്ക് ക്വസ്റ്റ്യനാണ്, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഒരു അഡ്വാൻസ് ലെവലിലേയും അപ്പുറം പോകുന്നില്ല, മേ ബി ഒളിമ്പിയാഡ് വരെ പോകും. ഇപ്പോൾ ഒരു റോഡുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ അടുത്ത് നമ്മൾ കുറേ വീടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, കുറേ വീടുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് 6 വീടെങ്കിലും വേണം കേട്ടോ. അറ്റ്ലീസ്റ്റ് 6 വീടെങ്കിലും വേണം. അപ്പോൾ എത്ര നമ്പർ ഓഫ് വീടുകൾ ഉണ്ട് എന്ന് പറയാം. നമ്മൾ എക്സ് നമ്പർ ഓഫ് വീടുകൾ നമ്മൾ ഇതുപോലെ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഓരോ വീടിനും നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, വീടിന് ഡെഫിനറ്റ്ലി നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? അങ്ങനെ എവിടെ അമേരിക്കയിലാണെങ്കിൽ വീടിന് നമ്പേഴ്സ് ഉണ്ടാവും. എല്ലാ വീട്ടിലും ഇപ്പോൾ വീടുണ്ടാവും എന്നറിയില്ല. അപ്പോൾ അങ്ങനെയാവും പറഞ്ഞു വെച്ചാൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എല്ലാം കോൺസിക്യൂട്ടീവ്. ഈ വീടുകൾ അടുത്തടുത്തുള്ള വീടുകളിലെല്ലാം കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സാണ്. 0 മുതൽ തുടങ്ങുന്ന ഈവൻ നമ്പേഴ്സ് ഒന്നും പറഞ്ഞില്ല, അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സാണ്. ഞാൻ പറയാണ് ഫസ്റ്റത്തെ വീടിൻ്റെ നമ്പർ എന്നാന്ന് വിളിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താ? അയാളൊരു ഈവൻ നമ്പറാണ്. ശരി, ഫസ്റ്റത്തെ വീടിൻ്റെ നമ്പർ n, സെക്കൻഡ് വീടിൻ്റെ നമ്പറാണ് കോൺസിക്യൂട്ടീവ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഗ്യാപ്പിലല്ലേ അല്ലേ? അപ്പോൾ n+2 +2 4 6 ആ 2 ഗ്യാപ്പ്. അടുത്തയാണെങ്കിലോ n+4, അടുത്തയാണെങ്കിലോ n+6, n+8. ഇത് എത്രാമത്തെ വീട്? അത് ഫസ്റ്റ് വീട്, സെക്കൻഡ് വീട്, തേർഡ് വീട്, ഫോർത്ത് വീട്, ഫിഫ്ത്ത് വീട്. ഇനി ആറാമത്തെ വീടിൻ്റെ ആണെങ്കിൽ എത്ര വരിക? n+10 ആണ്. അങ്ങനെ 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 പോവുകയാണെങ്കിൽ എക്സ്ത് ടേം, എക്സ്ത് വീടുണ്ടല്ലോ ഇപ്പോൾ, അത് ആറാമത്തെ ഏഴാമത്തെല്ലാം പറയുന്ന പോലെ എക്സ് വീട് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എക്സ്ത് വീടിൻ്റെ എത്ര എന്നാൽ അതിൻ്റെ നമ്പർ എത്ര വരിക? n+. ഇനി ചിന്തിച്ച് നോക്കുക. വീട് രണ്ടാമത്തെ വീടാകുമ്പോൾ 2 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര? 1. 1 × 2 എന്ന് പറഞ്ഞാൽ 2. ഇവിടെ 2 വരുന്നുണ്ട്. മൂന്നാമത്തെ ആണെങ്കിൽ 3 നിന്ന് കുറച്ച് എത്രയാണ്? 2. 2 × 2 4. 4 ഇവിടെ വരുന്നുണ്ട്. 4 ആണെങ്കിൽ 4 എന്ന് കുറച്ചാൽ എത്ര വരും? 5 വരും. 5 2 4 എന്ന് കുറച്ചാൽ 3, 3 2 6. അങ്ങനെ ആകുമ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് നിന്ന് കുറച്ചാൽ x-1 × 2 അത്രയും വരും. അങ്ങനെ വരും അല്ലേ? എന്നാൽ ശരി. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോരൻ്റെ ഇതെന്തായാലും എന്ത് നമ്പേഴ്സ് ഉണ്ടല്ലോ, വീടിൻ്റെ നമ്പേഴ്സ് അതെല്ലാം കൂട്ടിയിട്ട് 170 ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരി, ഓക്കെ. നമ്മളിപ്പോൾ പോരൻ്റെ വീട് കിട്ടിയിട്ടുണ്ട്. അത് ഇത്ര എക്സ് ടേമിനാണ് ഇത്. സോ നമ്മൾ n + n+2 + n+4
പ്ലസ് n+6 n+x-1 നമുക്ക് എത്ര പോരണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ ഇൻറ്റു 2 = 170 എന്ന് കൊടുത്തിട്ടുണ്ട്. ശരി, എത്ര എന്നുകളുണ്ട്? ഡെഫിനറ്റ്ലി ആ പോരൻ്റെ അത്ര അനുസരിച്ച് തന്നെ എന്നെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ എക്സ് വീടുകളുണ്ടെങ്കിൽ എക്സ് തന്നെ ഉണ്ടാവും, കാരണം ഓരോ പുരക്കും ഓരോ എന്നുകൾ കാണുന്നുണ്ടല്ലേ. ആഡ് ചെയ്യുന്ന സമയത്തുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ n(x) എന്ന് പറയാൻ പറ്റും. പ്ലസ് 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, x-1 ഇൻറ്റു 2 ഉണ്ട്. ശരി, = 170 എന്ന് പറയാൻ പറ്റും. ഇവിടെ നിന്ന് nx അങ്ങനെ തന്നെ എടുക്കട്ടെ. 2 കോമൺ എടുത്തൂടെ എടുക്കാം. 2 അല്ല, 1 + 2 + 3 x-1. അപ്പോൾ 1 മുതൽ 2 വരെ 3, 1 മുതൽ 10 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ 1 മുതൽ x-1 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? x-1 നമ്പേഴ്സ് ഉണ്ട്. അപ്പം 1 മുതൽ ഒരു ലിമിറ്റ് വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ വാല്യൂ തരിക്കും n × n+1/2 നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അങ്ങനെയാകുമ്പോൾ x-1 ആണ് നമ്മൾ ഇവിടെയുള്ള n. അങ്ങനെയാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും nx അടക്കെടുക്കട്ടെ പ്ലസ് 2 × x-1 n × n+1. അപ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്താൽ x-1 + 1, അപ്പോൾ x ആവും /2 വരും. 2 കട്ടായി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാൻ പറ്റും nx പ്ലസ് x-1 × x = 170 ആണ്. nx = 170 മൈനസ് x-1 × ഹോൾ x. എന്നിട്ടോ ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് n കണ്ടെത്തല്ല ആദ്യം. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 മൈനസ് x മൈനസ് x-1. ഓക്കെ, ഇനി n എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പോരൻ്റെ വീടിൻ്റെ ആ തുടക്കത്തെ ഈ പറഞ്ഞ വാല്യൂ ആണല്ലേ, ഫസ്റ്റത്തെ പോരൻ്റെ വീടിൻ്റെ നമ്പറാണ് n. അതെന്ന് പറഞ്ഞാൽ ഈവൺ ആണ്, ഡെഫിനറ്റ് ഈവൺ കൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. അപ്പോൾ ഈവൺ ആണ്. ഇനി അത് ഈവൺ ആയതുകൊണ്ട് തന്നെ കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഇത് ഈവൺ ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ടേം ഉണ്ടല്ലോ, അത് മര്യാദയ്ക്ക് ഡിവൈസ് ചെയ്യുന്ന പോകുന്ന ടേമാണ്. ഇതൊരു ഡെസിമൽ പോയിൻറ്റ് വാല്യൂ ആണെങ്കിൽ ഈ എല്ലാം കൂട്ടിയൊരു ഡെസിമൽ പോയിൻറ്റ് വാല്യൂ. അപ്പോൾ ഡെസിമൽ പോയിൻറ്റ് വാല്യൂ നമ്മളൊരു ഈവൺ നമ്പർ ആയിട്ട് എങ്ങനെ ഇക്വേറ്റ് ചെയ്യുക? ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ ടേം കറക്റ്റ് ഒരു ഇൻറ്റിജർ ആണ്. അങ്ങനെ ഇൻറ്റിജർ ആവണമെങ്കിൽ 170 ആയിട്ട് ഡിവൈസ് ആവുന്ന ഒരു നമ്പർ ആവണം എക്സ്. എന്ന് വെച്ചാൽ 170യുടെ ഒരു ഫാക്ടർ ആവണം ആര്? എക്സ് അല്ലേ? ശരി, അപ്പോൾ 170യുടെ ഒരു ഫാക്ടർ ആവണം എക്സ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വെച്ച് ഇപ്പോൾ 170നെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസ് ചെയ്യാം 2 കൊണ്ട്. അപ്പോൾ ഇത് 85 കിട്ടും. ശരി, ഇനി ഇത് 5 കൊണ്ട് പറ്റും തോന്നുന്നു അല്ലേ. അടുത്ത 17 കിട്ടും. ഇനി ഇത് ഒന്നിനും കൊണ്ടും പോകില്ല. ഓക്കെ, അതിൽ 17 കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ 170നെ എനിക്കിങ്ങനെ എഴുതിക്കൂടെ, 2 × 5 × 17 എന്ന് എഴുതാം. പക്ഷേ ഇത്ര ഫാക്ടേഴ്സ് മാത്രമാണ് ഉള്ളൂ. അല്ല, ഈ പ്രൈം ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് മൾട്ടിപ്പിൾ നമുക്ക് ഇനിയും ഫാക്ടേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് കിട്ടും? ആദ്യം 1 എന്തായാലും ഒരു ഫാക്ടർ അല്ലേ. പിന്നെ 5 2 കൊണ്ട് മൾട്ടിപ്ലൈ 10 ഉണ്ട്. ഇത് 2 മൾട്ടിപ്ലൈ 17, 5 മൾട്ടിപ്ലൈ എത്രയാണ്? 17 5 എത്രയാണ് ചെയ്യുന്നത് ചെയ്യട്ടെ. ഓക്കെ, 85 ഒരു ഫാക്ടറാണ്. ശരി, പിന്നെ എത്രയാണ്? 17 2 34 ഒരു ഫാക്ടറാണ് അല്ലേ. 34 ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇത്രയും എക്സസ് കൊടുത്തു കഴിഞ്ഞാൽ, എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻറ്റീജർ കിട്ടും. ലാസ്റ്റ് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇൻറ്റീജർ ആണോ എന്ന് ചെക്കും ചെയ്യണം അല്ലേ. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഈവൻ ഇൻറ്റീജർ തന്നെ ആവണം. അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് കൊടുത്തു നോക്കാം. ആദ്യം 1 കൊടുത്തു നോക്കാം. 1 കൊടുക്കാൻ പാടില്ല, കാരണം എക്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇനി എക്സ് എന്തായാലും ചിന്തിക്കണം അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹൗസസ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിന് അറ്റ്ലീസ്റ്റ് 6 ഹൗസ് വേണം. അപ്പോൾ എനിക്ക് ഇനി 6ന് മുകളിലുള്ള വാല്യൂസ്, അപ്പോൾ 10 മുതലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 10 34 വേറെയും നമുക്ക് ഇതുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ഡിവൈസസ് എന്ന് വെച്ചാൽ ഇതാ 1 2 5 ഉണ്ട്, പിന്നെ 10 ഉണ്ട്, 17 ഉണ്ട്, 34 ഉണ്ട്, 85 ഉണ്ട്, 170 ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് നമുക്ക് എക്സസിന് സാധ്യതയുണ്ട്. 1 2 5 പറ്റത്തില്ല, കാരണം മിനിമം 6 വീടെങ്കിലും വേണം അല്ലേ. ഇനി 10 കൊടുക്കാം. 10 കൊടുത്ത് നോക്ക്. 170 മൈനസ് 10 എത്രയാണ്? 17. 17 മൈനസ് 10 എന്ന് പറഞ്ഞു വെച്ചാൽ 9. എത്ര കിട്ടുക? ഫസ്റ്റത്തെ 8. ഫസ്റ്റത്തെ വീടിൻ്റെ വരെ 8 നമ്പർ 8. ഓക്കെ, അതൊരു ഈവൺ നമ്പറാണ്. സോ അടുത്ത 8 ഫസ്റ്റത്തെ വരേണ്ട 8, പിന്നെ 10, പിന്നെ 12, പിന്നെ 14 പോയി പോണ്ട പോലെ പോകും. ഓക്കെ, ഇത് അപ്പോൾ 10 കൊടുക്കാം. ശരി, ഇനി 17 കൊടുക്കാൻ പറ്റും. 17 കൊടുത്താൽ ഇവിടെ 10 ആവും. 17 കൊടുത്താൽ ഇവിടെ 10 ആവും. 10 മൈനസ് 17 മൈനസ് 1 എത്രയാണ്? 16. 10 മൈനസ് -6 കിട്ടുന്നുണ്ട്. നമുക്ക് ഈ n എന്ന് പറഞ്ഞാൽ അത് ഈവൺ ആവണം. ഇത് എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് ഒക്കെ വരുന്നത്, അതൊരു വീടിൻ്റെ നമ്പർ മൈനസ് വരും ഇല്ല. സോ അത് അബ്സേർഡാണ്. 17 കൊടുക്കാൻ പറ്റത്തില്ല. അതേപോലെ 34 കൊടുക്കാൻ പറ്റില്ല, 85 കൊടുക്കാൻ കഴിയില്ല, 170 കൊടുക്കാൻ കഴിയില്ല എന്നേ. കാരണം ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ n എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഈവൺ ഇൻറ്റീജർ ആവണം അല്ലേ. അത് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നില്ല. ഈ 17 34 85 170 കൊടുക്കുമ്പോൾ ആകെ 10 കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. അപ്പം എക്സിൻ്റെ വാല്യൂ എത്ര പോലെയാണ്? 10 വീടുകളാണ് ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ 10 കൊടുത്തപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വീടിൻ്റെ ഇത് 8, പിന്നെ 10 കിട്ടി, പിന്നെ 12 കിട്ടി, 14 കിട്ടി, പിന്നെ എത്ര 16 കിട്ടി,
പിന്നെ 18 കിട്ടി. അപ്പോൾ 1 2 3 4 5 6 വീടുകളായി. അപ്പോൾ ആറാമത്തെ വീട്, അത് ആറാമത്തെ വീടിൻ്റെ നമ്പർ എത്ര? 18. ശരി. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് എ? എ ഈസ് ദി നമ്പർ ഓഫ് ദി 6th ഹൗസ്. അപ്പം എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 18 ആണ്. 18 ഈ പറഞ്ഞ ഏത് റേഞ്ചിൻ്റെ ഇടയിലാണ്? സി ഓപ്ഷൻ 14 മുതൽ 20 റേഞ്ചിൻ്റെ ഇടയിലാണ് 18 ഉള്ളത് അല്ലേ? സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ.